ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അകമൊക്കെ നല്ല ജ്യൂസിയാണ്, അതുപോലെ പുറം നല്ല ക്രിസ്പിയുമാണ്. അതുപോലെ തന്നെ ഓയിലാണെങ്കിലും വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാര റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തോ വറക്കാത്തോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1.5 കപ്പ് വെള്ളം, റവയുടെ ഡബിളാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറേശ്ശെ റവ ഇട്ട് കൊടുക്കാം. അതുപോലെ ആ സമയത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. കാരണം കട്ടയൊന്നും കെട്ടാതെ നമുക്ക് കിട്ടുവാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഈ സമയത്ത് നമുക്ക് തീ വേണമെന്ന് കുറച്ച് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇങ്ങനെ ആ വെള്ളം പറ്റുന്നവരെ നമുക്കിനി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കാനായതുകൊണ്ട് നമുക്ക് വെള്ളം പറ്റുന്നവരെ ഇപ്പോൾ അത് ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. പിന്നെ ഇതിനകത്ത് വേണ്ടി ചേർക്കാനായിട്ട് ഞാൻ പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് റൗണ്ട് പീസോ ഇഷ്ടമുള്ള പീസിന് ഇപ്പോൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് 2 കറുവാപ്പഴയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറുവാപ്പഴയുടെ പൊടിയുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് അതിനകത്തുനിന്ന് വിളയിച്ച പോലെ എടുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഴത്തിന് നമുക്ക് അതിനകത്തോട്ട് ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. പഞ്ചസാര ഈ ഷുഗറിനകത്തും നെയ്ക്കകത്തും കൂടി ഒന്ന് ഇതേപോലെ വരട്ടിയെടുക്കണം. ഒരു 1/2 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ താഴത്തെ സൈഡ് കറക്റ്റായി വരും. പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. പെട്ടെന്നാകും. നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് തന്നെ ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല രസമാണ്. കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. വെറുതെ നെയ്യും പഞ്ചസാരയിലും ഇങ്ങനെ ഒന്ന് വിളയിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റവ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഗോതമ്പ് പൊടി ഇന്ന് തൂളി കൊടുത്തിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിത് 2 ഉണ്ടയാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. കയ്യിലൊട്ടുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ഗോതമ്പ് പൊടിയോ ഓയിലോ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഫില്ലിംഗ് കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പഴം റെഡിയാക്കി ചീനിച്ചട്ടിലേക്ക് കുറച്ച് ശർക്കര പൊടിയാണ്, പൗഡേർഡ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് പൗഡേർഡ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്, ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒന്ന് പറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവലും കൂടി ചേർത്തോ, അവലും കൂടി ഇട്ട് കൊടുക്കണം. അത് നല്ല ടേസ്റ്റാണ്. ക്രഞ്ചി ആയിട്ട് ആണ് ഫില്ലിങ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പഴം ഫില്ലിങ്ങും പിന്നെ ഈ ഒരു ഫില്ലിങ്ങും കൂടി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തിട്ട് ഇനി ബാക്കി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റവ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കറുവാപ്പട്ടയുടെ പീസ് ഇട്ടിരുന്നൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനൊരു ശകലം ഒരു തുള്ളി എണ്ണയും തൊട്ടിട്ടാണത് പരത്താൻ തുടങ്ങുന്നത്. അതുപോലെ നമുക്ക് റോളർ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം കട്ടി വേണമെന്നനുസരിച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് ഒട്ടുന്നും അങ്ങനെ തോന്നുവാണെങ്കിൽ ഒന്നെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ നമ്മുടെ പഴമാണ് ഞാൻ ആദ്യം ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. അത് നല്ല ഈവനായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതിൻ്റെ പുറത്തോട്ട് തരി ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് തൂവി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന്
പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും, കാരണം അത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ആ ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നല്ലപോലെ അത് ഫിക്സായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് നമ്മുടെ നേരത്തെ ശർക്കരയുടെ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ഇതും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ ഈ ഫില്ലിംഗ് എല്ലാം ഒരു സെറ്റ് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലും കൂടി 2 or 3 ഉണ്ടാക്കണതനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ കുറച്ച് സൈഡൊക്കെ ഷേപ്പ് വേണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സൈഡ് കട്ട് ചെയ്യണ സാധനം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഷേപ്പായിട്ട് നമുക്ക് സൈഡ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഞാൻ അതിൻ്റെ പൊക്കത്തിലോട്ടുള്ള രണ്ടാമത്തെ ഉരുളേനെ ഞാൻ ഇതുപോലെ കൈകൊണ്ട് കണ്ടു. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്താലും നമുക്കിതിനെ പരത്തി എടുക്കാവുന്നേ ഉള്ളൂ. കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് ഓയിലും തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പരത്തി എടുക്കാനൊക്കെ വളരെ പൊട്ടിപ്പോകാതെ പരത്തി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ സെറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി സൈഡ് രണ്ടോന്ന് ലോക്ക് ചെയ്യാനായിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡൊക്കെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ചീനിച്ചട്ടിയിൽ ഇട്ടിട്ട് ഇതിനെ റെഡി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനകത്തുനിന്ന് ഇളകി പോരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫില്ലിംഗ് എല്ലാം താഴോട്ട് ചാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് രണ്ടും നമ്മൾ ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചീനിച്ചട്ടി വെച്ചിട്ട് ഒരു ശകലം ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് താഴെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു അത്ര ഓയിൽ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് മീഡിയം തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്തെ സൈഡൊന്ന് മൊരിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മുകളിലും ഇതുപോലെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ താഴത്തെ സൈഡ് റെഡി ആയിരുന്നു, കണ്ടോ? ഇതുപോലെ നല്ല രസമായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അടുത്ത സൈഡ് നമുക്കിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. അതും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി. ഇനി കുറച്ചും കൂടി നമുക്ക് മൊരിയണമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡ് നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ട് തണുക്കാൻ വെക്കണം. ഞാൻ പ്ലേറ്റിലോട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു അകം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ പുറം നല്ല ക്രിസ്പിയാണ്. നോക്കിയത് എത്ര ടേസ്റ്റി ലുക്കാണ് വരുന്നതെന്നുള്ളത്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.